നടന്മാർ ഇഷ്ടംപോലെ നടന്മാരുണ്ട്, ഇഷ്ടംപോലെ നടന്മാർക്ക് ഇത്രയും ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല മികവോടുകൂടി അഭിനയിക്കുന്ന വളരെ കഴിവുള്ള വളരെ പ്രതിഭാശാലികൾ നടന്മാരാണ്. എന്നാൽ ഇവരെക്കാളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അത് നമ്മൾ സമർപ്പിച്ചിട്ട് വേണോ ഇവരെ ആരാധിക്കാൻ വേണ്ടിയിട്ട്? അത്രയും ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ആരാധനയുടെ ആവശ്യം എന്താണ്? ഒരു സാധാ ഒരു മനുഷ്യൻ തന്നെയാണ്. അഭിനയിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഫേമസ് ആയി എന്നുള്ളത് അവരുടെ ഭാഗ്യവും അവരുടെ കഴിവും കൊണ്ട് തന്നെയാണ്. പക്ഷെ അതിനെ നമ്മൾ ഭ്രാന്തമായി നമ്മൾ അതിനെ അഡ്മയർ ചെയ്ത് നമ്മൾ അതിൻ്റെ പുറകെ പോയി നമ്മുടെ ജീവിതം കളയേണ്ട ആവശ്യമില്ല. കേട്ടിട്ടില്ലേ ഈ ആരാധന മൊത്തം ഭ്രാന്താവുക എന്ന് പറഞ്ഞാൽ? ഈ പല നടന്മാരുടെ പേരിലും പല കാര്യത്തിലും ഈ പറയുന്ന തമ്മിൽ അടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ പൊളിറ്റിക്സിൽ, നമ്മുടെ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാനും ഇവൻ കൊലപാതകം വരെ ചെയ്യാൻ അല്ലെങ്കിൽ അടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കൊടിയും പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ യുവാക്കളുണ്ട്, ഇഷ്ടംപോലെ യുവതികളുണ്ട്, ഇഷ്ടംപോലെ ജീവിതങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരു വാല്യൂ ഉണ്ട്. നമുക്ക് വേണ്ട ഒരു വാല്യൂവും കളഞ്ഞ് നമ്മുടെ ജീവിതവും കളഞ്ഞ് എന്തിനാണ് ഇങ്ങനെ പലരുടെയും പുറകെ പലവർക്കും വേണ്ടി നമ്മുടെ ലൈഫ് കളയുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഈ ഭ്രാന്തമായിട്ടുള്ളൊരു ഫാൻസാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അവിടെ നടന്ന ഒരു തിക്കും തള്ളും കണ്ടാൽ തന്നെ അറിയാം ഇതിന് മാത്രം എന്താണുള്ളത്. നമ്മൾ ടി വിയിലൂടെയും ഇതിലൂടെയൊക്കെ കാണുന്ന ഒരാൾ തന്നെ അതവിടെ അവരുടെ ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നു. അതുപോലെ തന്നെ വളരെ ഫേമസായി, വളരെ പോപ്പുലറായി, വളരെ ലാഭത്തിൽ പോകുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ പുഷ്പ 2 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം അവർക്ക് തന്നെയാണ്. നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ? നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നു. നമുക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു റിലീഫിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ നമ്മളൊരു വേറെ ലോകത്ത് തന്നെ എത്തിക്കാൻ നമ്മുടെ സ്ട്രെസ്സിൽ നിന്നെല്ലാം മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ ഓക്കെയാണ്. അതിനപ്പുറം നമ്മൾ ആ സിനിമയിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ അതിലെ അഭിനയിച്ച ആളിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടാതിരിക്കുക. ഇതുപോലുള്ള അപകട മരണങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കുക. നമ്മൾ എത്ര സംഭവിച്ചാലും പഠിക്കില്ല എന്ന് പറയില്ലേ? മലയാളികളുടെ കേസിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഒരു ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും അങ്ങോട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഈ മറ്റ്